എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ആലോചിക്കണേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ ആലോചിക്കണേ. ഇപ്പൊ നോക്കുമ്പോ അൽഹംദുലില്ലാഹ് നല്ല ആരോഗ്യമുണ്ട്, നല്ല മസിൽ പവർ ഉണ്ട്, നല്ല മസിൽ പവർ ഉണ്ട്. ആരെയും വെല്ലുവിളിക്കാനുള്ള കരുത്തുണ്ട്, ആരോടും കയർത്ത് സംസാരിക്കാനുള്ള ആവേശമുണ്ട്. ഏത് പാതിരാ സമയത്ത് എവിടെയും ഇറങ്ങിത്തിരിക്കാനുള്ള ധൈര്യവും സ്ഥൈര്യവും ഉണ്ട്. ഒന്നാലോചിക്കണേ ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ നിന്നുള്ള വിളിയാളം കേൾക്കുമ്പോൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഉറക്കത്തെക്കാൾ ഉത്തമം നിസ്കാരമാണെന്നുള്ള വിളിയാളം കേൾക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാൻ മടിയുള്ള ചെറുപ്പക്കാരാ, അതിനുത്തരം കൊടുക്കാൻ മടിയുള്ള പെങ്ങളെ ഒന്നാലോചിച്ചോ, ഒന്നാലോചിച്ചോ ചെറുപ്പക്കാരാ. ആ നിസ്കാരത്തിന് വേണ്ടി നീ തയ്യാറെടുപ്പ് നടത്താതെ നീ പോകുന്നത് എങ്ങോട്ടാ? നീ ജിംനേഷ്യത്തിലേക്ക് പോവുകയാ ചെറുപ്പക്കാരാ. നിനക്കവിടെ തണുപ്പ് പ്രശ്നമല്ല, നിനക്കവിടെ സമയം പ്രശ്നമല്ല, നിനക്കവിടെ ഉറക്കം പ്രശ്നമല്ല. എന്താണ് കാരണമെന്നറിയുവോ? അവന്റെ ബാഹ്യ ശരീരത്തെ മാത്രമാ അവന്റെ ശ്രദ്ധ. അവൻ ജിംനേഷ്യത്തിലേക്ക് പോയിട്ട് അതാ ടെമ്പിൾസുകൾ, എത്രയോ വെയിറ്റുള്ള ടെമ്പിൾസുകൾ, അതെടുത്ത് പൊക്കാൻ ഒരു മടി അവനില്ല. എത്ര വലിയ പുഷപ്പ് ചെയ്യാനും അവനൊരു പ്രശ്നവും ഇല്ല. എന്തെല്ലാം രൂപത്തിലുള്ള പുള്ളപ്പുകൾ ചെയ്യാനും അവനൊരു മടിയില്ല. ഏതൊക്കെ രൂപത്തിലുള്ള എക്സർസൈസ് ചെയ്യാനും അവനൊരു മടിയില്ല. അവനെടുത്താൽ പൊങ്ങാത്ത വെയിറ്റ് വരുമ്പോൾ മറ്റുള്ള ആളുകളുടെ സഹായത്തോടുകൂടി വളരെ പ്രയാസപ്പെട്ട് വെയിറ്റ് വെക്കാനോ അവനൊരു മടിയില്ല. കാരണം അവന്റെ കണ്ണു മുമ്പിലുള്ള കണ്ണാടിയിലൂടെ അവന്റെ ട്രൈസെപ്സ് ഇങ്ങനെ രൂപപ്പെട്ടു വരുമ്പോൾ, അവന്റെ ബൈസെപ്സ് ഇങ്ങനെ രൂപപ്പെട്ടു വരുമ്പോൾ, അവന്റെ വിങ്സും ഫോറാമും ചെസ്റ്റും കപ്പ് ആൻഡ് ഷോൾഡറും ഒക്കെ ഇങ്ങനെ ലെവലായി വരുമ്പോൾ അവന്റെ ഹൃദയാന്തരാളത്തിൽ ആവേശമാ. കാരണം ഇത്രയും നല്ല ബോഡി, ഫിറ്റായ ബോഡി, ഫിറ്റായ ബോഡി, ആ ബോഡിയിൽ ഞാൻ ടൈറ്റ് ഫിറ്റ് ഉള്ളതായ ഒരു ബനിയനും ഇട്ടുകൊണ്ട്, ഒരു ടീഷർട്ടും ഇട്ടുകൊണ്ട്, എന്റെ അതാ 220 ഓൾട്രേഷൻ ചെയ്ത ബൈക്കിലോ ഞാൻ ഇങ്ങനെ ഒന്ന് പോയി കിടന്നാൽ, എന്റെ രണ്ട് കൈയൊന്ന് വിരിച്ചു വെച്ച് കിടന്നാൽ, എന്നെ നോക്കാത്ത ആരാ, എന്നെ ശ്രദ്ധിക്കാത്ത പെണ്ണേതാ? ഏത് ബസ് സ്റ്റോപ്പിൽ ഞാൻ പോയാലും എന്നെ നോക്കാത്ത ആരാ? ഏത് ക്യാമ്പസിൽ പോയാലും ഞാനൊരു വില്ലനാണെന്ന് ചിന്തിക്കാത്തതാരാ? ഒന്നാലോചിക്കു പൊന്നുമോര്, നിന്റെ റൂട്ട് എങ്ങോട്ടാ പൊന്നുമോര്? നിന്റെ ലക്ഷ്യം എങ്ങോട്ടാ പൊന്നുമോര്? നിന്റെ രീതി ഏതാ പൊന്നുമോര്? നീ സ്വീകരിക്കുന്ന മാതൃക ആരുടേതാ പൊന്നുമോര്? നീ ആരെ കണ്ടാ പഠിക്കുന്നത് പൊന്നുമോര്? നീ വിശുദ്ധമായ ഖുർആനിനെ മറന്നില്ലടാ, നീ അല്ലാഹുവിന്റെ കലാമിനെ മറന്നില്ലടാ, നീ ഹബീബായ പ്രവാചകനെന്ന ആരും കൊതിക്കുന്ന നേതൃത്വത്തെ മറന്നില്ലടാ, ഈ ലോകത്തിന്റെ അമ്പിളിത്തിങ്കള് വരച്ചു കാട്ടി തന്ന പാതയെ മറന്നില്ലേ ചെറുപ്പക്കാരാ? ഇമ്മാ ശാക്കിറം വ ഇമ്മാ കഫൂറ. ഈ റൂട്ടിൽ പോയാൽ നിനക്ക് സ്വർഗത്തിന്റെ തീരത്തെത്താമെന്ന് പറയുമ്പോൾ, മറിച്ച് വലാലത്തിന്റെ വഴിയെ നീ പോയാൽ നീ എത്തിപ്പെടുന്നത് എവിടെയാ? നീ എത്തിപ്പെടുന്നത് എവിടെയാ? നീ നരകാഗ്നിയിലാ എത്തിപ്പെടുന്നതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ, ഉലൈകല്ലദീന ഇശ്തറൗ വലാലത മിൽ ഹുദാ ഫമാ റബിഹത് തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. എത്ര വ്യക്തമായിട്ടാ അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അതേ, അവന് കിട്ടിയ ഹിദായത്തുണ്ടല്ലോ, സ്വർഗം വാങ്ങാനും തമ്പുരാനും തന്ന പ്രകാശമുണ്ടല്ലോ, അമൂല്യമായ സമയമുണ്ടല്ലോ. ആ സമയത്തെ അവൻ വിൽക്കുകയാ, അതിനെ വിറ്റുകൊണ്ട് വാങ്ങുന്നത് ഏതാ? വലാലത. ഉലൈകല്ലദീന ഇശ്തറൗ വലാലത ബിൽ ഹുദാ. ഹുദയ്ക്ക് പകരം വാങ്ങുന്നത് വലാലത. ഒരിക്കലും ആ ബിസിനസ് ലാഭകരമല്ല, നട്ടത്തിലാണെന്ന് മാത്രമല്ല അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമാ കാനൂ മുഹ്തദീൻ. അവർക്കൊരിക്കലും സന്മാർഗം കിട്ടൂല, അവനൊരിക്കലും ഹിദായത്തിന്റെ പ്രകാശം അവന് ലഭിക്കൂല. അതുകൊണ്ട് ആലോചിച്ചോ, ഉണർന്ന് ചിന്തിച്ചോ ചെറുപ്പക്കാരാ.